നമസ്കാരം. ഗ്രാമീണോച്ച വാർത്തകളിലേക്ക് സ്വാഗതം. വലപ്പാട് പഞ്ചായത്ത് ഇടതുപക്ഷ സംയുക്ത മത്സ്യത്തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളി കുടുംബ സംഗമം സംഘടിപ്പിച്ചു. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ മത്സ്യത്തൊഴിലാളി കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ PS ഷജിത് അധ്യക്ഷത വഹിച്ചു. നാട്ടിക MLA CC മുകുന്ദൻ, CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ, LDF നാട്ടിക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ KP സന്ദീപ്, CPIM നാട്ടിക ഏരിയ കമ്മിറ്റി അംഗം VR ബാബു, മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി PR രാമദാസ്, സംസ്ഥാന സെക്രട്ടറി VV അനിത, CPIM എടമുട്ടം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KK ജിനേന്ദ്രബാബു, CPI വലപ്പാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AG സുഭാഷ്, സംഘാടക സമിതി രക്ഷാധികാരി പീതാംബരൻ കോഴിശ്ശേരി, സംഘാടക സമിതി കൺവീനർ KK രമേഷ്, ട്രഷറർ VS സൂരജ് എന്നിവർ സംസാരിച്ചു. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി നാട്ടിക മണ്ഡലത്തിൽ പര്യടനം നടത്തി. നാട്ടിക മേഖലയിലെ പഞ്ചായത്തുകളിലെ പര്യടനം തൃപ്രയാർ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ നിന്നാണ് ആരംഭിച്ചത്. തുറന്ന ജീപ്പിൽ സുരേഷ് ഗോപി വോട്ടർമാരെ അഭിവാദ്യം ചെയ്തു. താന്യം, അന്തിക്കാട്, തളിക്കുളം, നാട്ടിക, വലപ്പാട് പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ സുരേഷ് ഗോപിയെ ഹാരമണിയിച്ച് സ്വീകരിച്ചു. പര്യടനത്തിന് ശേഷം തൃപ്രയാർ ജംഗ്ഷനിൽ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ റോഡ് ഷോ നടത്തി. BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ, മണ്ഡലം പ്രസിഡന്റ് AP ഹരീഷ്, ജനറൽ സെക്രട്ടറി AK ചന്ദ്രശേഖരൻ, PK ബാബു, സർജു തോയക്കാവ്, EP ജാൻസി, സേവ്യൻ പള്ളത്ത്, ഷൈൻ നെടിയിരിപ്പിൽ, അരുൺ ഗിരി, KR മോഹനൻ, ഗോകുൽ കരിപ്പള്ളി, സുഗതൻ NS, രശ്മി ഷിജോ, നിഷ പ്രവീൺ, സെന്തിൽകുമാർ, മനേഷ് നളൻ, റിനി കൃഷ്ണപ്രസാദ്, PK ബേബി, ദയാനന്ദൻ നേറാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. എടമുട്ടം റെസിഡൻസ് അസോസിയേഷനും ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൻ്റെ സിവിൽ മെക്കാനിക്കൽ വിഭാഗവും എടമുട്ടം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ചേർന്ന് സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി എടമുട്ടം ബീച്ച് ശുചീകരണവും വേസ്റ്റ് ബിൻ സ്ഥാപിക്കലും നടത്തി. എടമുട്ടം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സുജിന്ത് പുല്ലാട്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ഡോക്ടർ ഷാജി ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. എക്സിക്യൂട്ടീവ് അംഗം ക്ലെമൻ KJ, ക്രൈസ്റ്റ് കോളേജ് സിവിൽ വിഭാഗം അംഗങ്ങളായ വിനീത ഷാരോൺ, ഷിൻസി NS, പ്രഭാശങ്കർ VP, മെക്കാനിക്കൽ വിഭാഗം ഫാക്കൽറ്റി അംഗം സജേഷ് KS, എടമുട്ടം റെസിഡൻസ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗം ഷംസുദ്ദീൻ, ബെന്നി ആലപ്പാട്ട്, മുരളി തയ്യിൽ, ജോൺസൺ KT എന്നിവർ നേതൃത്വം നൽകി. PDP തൃശൂർ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. PDP പിന്തുണയ്ക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി VS സുനിൽകുമാറിനെ വിജയിപ്പിക്കുന്നതിന് PDP തൃശൂർ ലോക്സഭാ മണ്ഡലം കൺവെൻഷൻ തീരുമാനിച്ചു. വാടനപ്പള്ളി പഞ്ചായത്ത് EMS ഹാളിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ CPI ജില്ലാ സെക്രട്ടറി വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. PDP ജില്ലാ പ്രസിഡന്റ് നൌഷാദ് കക്കാട് അധ്യക്ഷത വഹിച്ചു. PDP സംസ്ഥാന ജനറൽ സെക്രട്ടറി TM മജീദ്, PDP സംസ്ഥാന സെക്രട്ടറി രാജീവ് മണി, മുസ്തഫ പുലിക്കണ്ണി, സൈനുദ്ദീൻ കൊടകര, ഡോക്ടർ കബീർ മൗലവി, ആഫിഖ് അലി ചാമക്കാല, ഷിഹാബ് വാടനപ്പള്ളി, ജൻസൺ ആലപ്പാട്ട്, ഋഷി തൃത്തല്ലൂർ, ഷാജു, അഷ്റഫ് അലിയകത്ത്, ഹുമയൂൺ അറക്കൽ, ഉമ്മർ കല്ലൂർ, മെഹ്റൂഫ് മുല്ലക്കര എന്നിവർ സംസാരിച്ചു. പൊതു തിരഞ്ഞെടുപ്പിന് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ സജ്ജം. ഒല്ലൂർ, തൃശൂർ, നാട്ടിക, ഗുരുവായൂർ, മണലൂർ, ഇരിഞ്ഞാലക്കുട, പുതുക്കാട് മണ്ഡലങ്ങളിലെ സ്ട്രോങ് റൂം കേന്ദ്രങ്ങളിൽ VVPAT യന്ത്രങ്ങളുടെ കമ്മീഷനിങ് പൂർത്തിയായി. ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ, തെരഞ്ഞെടുപ്പ് നിരീക്ഷകൻ, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ, സ്ഥാനാർത്ഥികൾ, ഏജന്റുമാർ, എഞ്ചിനീയർമാർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു കമ്മീഷനിങ്. സ്ഥാനാർത്ഥികളുടെ പേര്, ചിഹ്നം, ഫോട്ടോ എന്നിവയടങ്ങിയ EVM ബാലറ്റ് ലേബലുകൾ ബാലറ്റ് യൂണിറ്റുകളിൽ പതിച്ച് സീൽ ചെയ്ത ശേഷം കൺട്രോൾ യൂണിറ്റുകൾ ടാഗുകൾ ഉപയോഗിച്ച് സീൽ ചെയ്യുന്നതാണ് EVM കമ്മീഷനിങ് പ്രക്രിയ. VVPATലും സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ ഫീഡ് ചെയ്ത ശേഷം പ്രിൻ്റ് ചെയ്യാനുള്ള പേപ്പർ ലോഡ് ചെയ്ത് സീൽ ചെയ്തു. ഏപ്രിൽ 17 രാവിലെ 8 മുതലാണ് വിവിധ കേന്ദ്രങ്ങളിൽ കമ്മീഷനിങ് ആരംഭിച്ചത്. നോട്ട അടക്കം 10 സ്ഥാനാർത്ഥികളുടെ പേര് ഉൾക്കൊള്ളുന്ന ബാലറ്റ് ലേബലാണ് പതിപ്പിച്ചത്. തുടർന്ന് 5% വോട്ടിംഗ് യന്ത്രങ്ങളിൽ 1000 വോട്ടുകൾ വീതം ചെയ്ത് മോക്ക് പോളും നടത്തിയ ശേഷം യന്ത്രങ്ങൾ അതത് സ്ട്രോങ് റൂം കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. തെരഞ്ഞെടുപ്പ് വേളയിൽ വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് തകരാറുണ്ടായാൽ പരിഹരിക്കുന്നതിന്
ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ നിന്നുള്ള 14 എഞ്ചിനീയർമാരിൽ ഓരോ നിയമസഭാ മണ്ഡലത്തിലേക്കും 2 വീതം പേരെ നിയോഗിച്ചിട്ടുണ്ട്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 1275 പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത്. വോട്ടിംഗ് യന്ത്രങ്ങൾ ഏപ്രിൽ 25-ന് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് കൈമാറും. ഒല്ലൂർ, തൃശൂർ, നാട്ടിക മണ്ഡലങ്ങൾ, തൃശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ്, ഗുരുവായൂർ മണ്ഡലം ചാവക്കാട് MR രാമൻ മെമ്മോറിയൽ ഹൈസ്കൂൾ, മണലൂർ മണ്ഡലം ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ, ഇരിഞ്ഞാലക്കുട മണ്ഡലം ക്രൈസ്റ്റ് കോളേജ്, പുതുക്കാട് മണ്ഡലം സെൻറ് ജോസഫ് കോളേജ് എന്നിവിടങ്ങളിലാണ് കമ്മീഷനിംഗ് നടന്നത്. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് ഏപ്രിൽ 19-ന് തൃശൂർ താലൂക്ക് പരിധിയിൽ ഉൾപ്പെടുന്ന എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. മുൻ നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നിയമത്തിനായി നടത്തുന്ന പരീക്ഷകൾക്കും അവധി ബാധകമല്ല. എടക്കാട്ടിൽ കൃഷ്ണൻകുട്ടി ഭാര്യ ദേവകി നിര്യാതയായി. 100 വയസ്സായിരുന്നു. മക്കൾ സത്യൻ, പരേതനായ അശോകൻ, സാവിത്രി, ഓമന, മരുമക്കൾ നളിനി, രേണുക, ശശിധരൻ, പരേതനായ ചന്ദ്രൻ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.